ഹലോ ഗായ്സ്, എല്ലാവർക്കും ഷാഹിദിൻ്റെ ഹോക്രാസ് എന്ന് പറഞ്ഞ ബ്ലോഗിലേക്ക് സ്വാഗതം. ഈ ഹോക്രാസ് ഒരു പ്രോഡക്റ്റാണ്. ഈ പ്രോഡക്റ്റ് ഇൻഷാല്ലാ കുറച്ച് നാളുകൾക്ക് ശേഷം ലോഞ്ച് ആവുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ലോഞ്ച് ആവുന്ന സമയത്ത് എല്ലാവരും മേടിച്ച് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ അതിൽ ഞാൻ പറയാൻ പോകുന്ന ഒരു പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ അത്യാവശ്യം ഏർണിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ആ പുസ്തകത്തിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഉള്ളടക്കം എന്നോണം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാര്യങ്ങൾ വീഡിയോസ് എല്ലാം പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ പറയുന്നത് വാക്കുകളുടെ തീവ്രത, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. നമുക്ക് ഡിക്ഷണറിയിൽ തന്നെയുള്ള ഡി എന്നുള്ളൊരു വാക്കെടുക്കാം. ഡിസിപ്ലിൻ, ഡിറ്റർമിനേഷൻ, ഡെഡിക്കേഷൻ, ഡ്രീം, ഡിസയർ, ഡെസ്റ്റിനി. അതേപോലെ ഈ ഇത്ര പവർഫുൾ ആയിട്ടുള്ള പല വാക്കുകളും ഈ ഒരു ഡി എന്നുള്ളൊരു വാക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഡിസിപ്ലിൻ, അത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളതാണ് ഡിസിപ്ലിൻ. നമുക്ക് ഡിസിപ്ലിൻ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അതിൻ്റെ പുറകെ വരും. സക്സസ് നമ്മൾ ആഗ്രഹിക്കേണ്ട ആവശ്യകത വരില്ല, കാരണം എക്സലൻസ് ഡിസിപ്ലിൻ ഉള്ളപ്പോൾ നമ്മുടെ കൂടെ വരും. അപ്പോൾ ഈ വാക്കുകളെ തമ്മിലൊന്ന് കൂട്ടിയിണക്കാനായിട്ട് നമ്മളൊന്ന് പരിശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിക്ടറി എന്നൊരു കാര്യം കയറി വരും. അതേപോലെ അബൻഡൻസ് കയറി വരും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഒരേ ഒരു കാര്യമാണ്, തോട്ട് പ്രോസസ്സാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം ചിന്തിക്കാനായിട്ടുള്ളൊരു കഴിവ് തന്നിട്ടുണ്ട്. ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളൊന്ന് ക്രോഡീകരിച്ച് അതിനെ പ്രൊഡക്റ്റീവ് ആക്കാൻ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ, ഡിസിപ്ലിൻഡ് ആക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് സക്സസ്, എക്സലൻസ്, അതേപോലെ തന്നെ അബൻഡൻസ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് അടുത്ത് വരും. അപ്പോൾ ആളുകൾ പറയും, അവൻ ആകെ മാറിയിട്ടുണ്ട്, അവനാകെ വ്യത്യാസം വന്നിട്ടുണ്ട്, അവന് എന്താ പറയുക അച്ചടക്കം വന്നിട്ടുണ്ടെന്നൊക്കെ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ പറഞ്ഞു തുടങ്ങും. അങ്ങനെയൊക്കെ ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിയർലി 3 ദിവസം മതി. അതായത് താനൊന്ന് നന്നാവണം അല്ലെങ്കിൽ താനൊന്ന് ഡിസിപ്ലിൻ ആവണമെന്ന് താൻ സ്വയം വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് 3 ദിവസം ധാരാളമാണ്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഹെവി ടാസ്കോ കാര്യങ്ങളോ ഒന്നും എടുക്കണ്ട. ഒരു 4-5 കിലോമീറ്റർ നടക്കാനായിട്ടുള്ളൊരു തീരുമാനം എടുത്തൊന്ന് നടന്നു തുടങ്ങിയാൽ തന്നെ അവൻ ആകെ മാറും. അവൻ ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് അവൻ്റെ അടുത്തേക്ക് വരും. കാരണം അവൻ പ്രൊഡക്റ്റീവാണ്. അവന് കൊടുക്കുന്നത് എന്തും ചെയ്യാനായിട്ട് അവൻ തയ്യാറാണെന്നുള്ള കൺസെപ്റ്റ് അവനവനോട് തന്നെ അവൻ പറയുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് എന്തിനും തയ്യാറായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ അത് വല്ലാത്തൊരു പോയിൻ്റാണ്. അപ്പോൾ ഈ പോയിൻ്റാണ് ഇന്ന് എനിക്ക് പോയിൻ്റ് ഔട്ട് ചെയ്ത് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ഇറ്റ്സ് മീ ഷാഹിദ് സൈനിങ് ഓഫ്.